നിങ്ങൾ കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ? എന്നാൽ വേഗമാകട്ടെ. സെപ്റ്റംബർ മുതൽ തന്നെ പ്രമുഖ കാർ ബ്രാൻഡുകളുടെ അടക്കം വിലയിൽ വലിയ വർധനവാണ് ഉണ്ടാകുവാൻ പോകുന്നത്. നിലവിൽ മാരുതി സുസുക്കിയുടെ വില വർദ്ധിച്ചിട്ടുണ്ട്. ഹുണ്ടായി പോലെ ടാറ്റ പോലെയുള്ള വാഹന നിർമ്മാതാക്കളും അവരുടെ വാഹനങ്ങളുടെ വില സെപ്റ്റംബർ 1 മുതൽ തന്നെ വർദ്ധിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകളായ ഹുണ്ടായി, ടാറ്റ മോട്ടോഴ്സ്, അതുപോലെ തന്നെ മാരുതി സുസുക്കി തുടങ്ങിയ കമ്പനികളുടെ ജനപ്രിയ കാറുകൾക്ക് എല്ലാം തന്നെ വില കൂടും. ഏകദേശം ഒരു 25,000 രൂപ വരെ വില കൂടാനുള്ള സാധ്യതയുണ്ട്. അതിന് പ്രധാനമായുള്ള കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വിപണിയിലുള്ള പണപ്പെരുപ്പം ഒരു കാരണമാണ്. അതുപോലെ തന്നെ ഇതോടനുബന്ധിച്ചുള്ള വാഹന നിർമ്മാണത്തിലുള്ള അസംസ്കൃത വസ്തുക്കളായ അലൂമിനിയം, സ്റ്റീൽ എന്നിവയുടെ വില വർധനവ് വാഹനത്തിൻ്റെ വില കൂടാൻ കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള ബാറ്ററികളുടെ വില ഇപ്പോൾ സാമാന്യം വില കൂടുന്നുണ്ട്. അത് എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോഴാണ് വാഹനങ്ങളുടെ വില കൂടുവാനുള്ള ഒരു പ്രധാനമായുള്ളൊരു കാരണം. അതുപോലെ തന്നെ നമ്മളുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പം നമ്മുടെ ഭാരത് സ്കെയിൽ BS6 കർശനമായി പാലിക്കണമെന്ന് എല്ലാ വാഹന നിർമ്മാണ കമ്പനികളോടും ആവശ്യപ്പെട്ടതിനോടനുബന്ധിച്ച് നമ്മളുടെ മലിനീകരണം കുറയ്ക്കുവാനായിട്ട് വാഹനങ്ങളിൽ പുതിയ ടെക്നോളജികൾ ആഡ് ചെയ്യുന്നതിനോടനുബന്ധിച്ച് വാഹനങ്ങൾക്ക് വില കൂടേണ്ട അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. മാരുതി ഒക്കെ പോലെയുള്ള കമ്പനികൾ കഴിഞ്ഞ മാസം തന്നെ കൂട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ 1 മുതൽ ഈ വാഹന വിപണിയിൽ വില വർധനവ് പ്രാവർത്തികമാകും. ഓണം ഫെസ്റ്റിവൽ മന്ത് ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരുവിധം എല്ലാവരും ഈ ഓഗസ്റ്റ് മാസം തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വാഹന വിപണിയിൽ വില കൂടുന്നു എന്ന് സെപ്റ്റംബർ മുതൽ വില കൂടുന്നു എന്നറിയാവുന്നത് കൊണ്ടും പിന്നെ ഓഫറുകളൊക്കെ ഈ മാസം കൂടുതലുണ്ടായതുകൊണ്ടും അത്യാവശ്യമുള്ള കൂടുതൽ ആൾക്കാർ ഓഗസ്റ്റിൽ തന്നെ വാഹനം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ എല്ലാം നമ്മൾക്കറിയാലോ, വിപണിയിൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പണപ്പെരുപ്പം കാരണം എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വാഹന മേഖലയിലേക്കും ഇത് കടന്നു വന്നിരിക്കുകയാണ്. സ്റ്റീല്, അലൂമിനിയങ്ങൾക്കൊക്കെ വില കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായി കമ്പനികൾക്ക് വാഹനങ്ങളുടെ വില കൂട്ടിയാലേ അവർക്ക് വിപണിയിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.